സാർ, ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഇപ്പം ബി.ജെ.പിയുടെ ഒരു അനുഭവം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുഭവം പുലർത്തുന്ന ഒരു പല പ്രസ്താവനകളും സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണ് UDF-നെയും LDF-നെയും ഇത് ചൊടിപ്പിക്കുന്നത്? പെട്ടെന്ന് ഒരു വിരളി പൂണ്ട ഒരു അവസ്ഥ, പിതാക്കന്മാരെയൊക്കെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത്? അല്ല, പ്രധാനമായിട്ട് കേരളത്തിലെ UDF ED സതീശനും സുധാകരനും ഒക്കെ ഏതാണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അടിമകളാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു. ഞാൻ നോക്കിയിട്ട് അവിടെ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും 7 അയൽവക്കത്ത് കാണുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞാലിക്കുട്ടിയും റൈറ്റ് സൈഡിൽ തങ്ങളുമാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് കേരളത്തിലെ ഐക്യജനാധിപത്യത്തിൻ്റെ B ടീമായി മാറി. ഇപ്പോൾ കോൺഗ്രസ് എന്നുള്ള പേര് തന്നെ മാറ്റി കോൺഗ്രസ് പാണക്കാട് എന്നാക്കേണ്ട സ്ഥിതിയാണ്. അത് സ്വാഭാവികമായിട്ടും മറ്റ് എല്ലാ ആളുകളും ഇതിനെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ അപ്രമാദിത്യം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ ജനങ്ങളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസും CPM മത്സരിച്ച ആളുകൾ ഇങ്ങനെ പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളിൽ ആശങ്ക ഉണ്ടാക്കാനും അവരെ പറ്റിച്ചത് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. BJP ഒന്നാതാവ് ഇപ്പോൾ കുറച്ച് 5-8 കൊല്ലം കൊണ്ട് അവർക്ക് മനസ്സിലായി. കാരണം BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങൾ വളരെ സുരക്ഷിതരാണ്. ആ പ്രദേശങ്ങളിൽ BJPക്ക് വലിയ രീതിയിൽ ജനപങ്കാളിത്തവും സീറ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ട്രെൻഡാണ് ഇപ്പോൾ. ജനങ്ങളുടെ ഇടയിൽ മോഡി കാരണം ഡെവലപ്മെൻ്റ് അല്ലേ, അതിന് ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നു. നമ്മുടെ ഈ ട്രെയിൻ വരുന്നതോടുകൂടി എന്തൊരു അസ്വസ്ഥതയാണ് ഗോവിന്ദ മാഷ്. ഏതാണ്ട് പൈങ്കിളി സംസാരിക്കുന്ന പോലെയാണ്. അപ്പം കൊണ്ടുവന്ന് കുടുംബശ്രീക്കാർ വെക്കും എന്നൊക്കെ പറയുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ ഡെവലപ്മെൻറ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ് പറയണത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കമ്മീഷൻ കിട്ടാത്തതിൻ്റെ ഒരു നിരാശ പ്രകടമായിട്ട് വരികയാണ്. കാരണം ഏതാണ്ട് 100 കിലോമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ അത് 160 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകും. 7 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ കണക്കിലെത്തും. അത് കുറച്ചും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറിലേക്ക് എത്തും. എല്ലാം സ്ട്രെയിറ്റായി സംവിധാനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് DYFI നേതാവ് ഞങ്ങളുടെ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലെന്ന് പേര് മാറ്റാനാണേ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന പേര് മാറ്റി, ജലവിഷൻ പദ്ധതി ഇവർ പരിപാടി പേര് മാറ്റലാണ്. ശരിക്കും ഈ മതപരിവർത്തനം എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇവിടെ പേര് പരിവർത്തനമാണ് നടക്കണം. അതല്ല ഇയാൾക്ക് ഇത്ര വലിയ ആശങ്ക. പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് മുമ്പിൽ ഇത്ര വലിയ ആശങ്ക അദ്ദേഹം വന്നതിനെ അനുകൂലിക്കുകയും അതിനനുസൃതമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു പകരം എന്തിനാണ് ഈ ഭയപ്പാട്? 2 മുന്നണിയുടെ സ്ഥിതി അതാണ്. ഒപ്പം തന്നെ ഈ BJPക്കെതിരെ ഇരു മുന്നണികളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലൊരു വിഭാഗം BJPയുടെ അടുക്കുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോൾ BJPക്കെതിരെ ഇരു മുന്നണികളും ഉയർത്തുന്ന ഒരു ആശങ്ക, പ്രത്യേകിച്ച് വടക്കോട്ട് നോക്കി പേടിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം ഇരു മുന്നണികളും പയറ്റുന്നുണ്ട്. ആ ഒരു ആരോപണത്തെ എങ്ങനെ BJPക്ക് മറികടക്കാൻ സാധിക്കും? ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ക്രൈസ്തവർ നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് പുറത്തും സുരക്ഷിതരാണ് എന്നൊരു ചിന്ത എങ്ങനെ BJPക്ക് കൊണ്ടുവരാൻ സാധിക്കും? അല്ല, ഇപ്പോൾ പൊതുവെ ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റ് മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. വർഗീയ ലാഭം ഉണ്ടായിട്ടില്ല. 2014 ശേഷം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഒരു വർഗീയ കലാപമോ ഒരു ബഹളമോ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഏതെങ്കിലും പ്രദേശങ്ങളുണ്ടെങ്കിൽ അത് പ്രാദേശികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനെയൊക്കെ പർവ്വതീകരിച്ച് കേരളത്തിലെ UDF-ഉം LDF-ഉം BJP പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. നേരിട്ട് LDF-ൻ്റെ പാരമ്പര്യം എല്ലാവർക്കറിയാം. നാദാപുരം, മേപ്പയൂർ, വടകര, MV രാഘവൻ്റെ കാലത്ത് എല്ലാം മുസ്ലിം പള്ളിയും തല്ലി തകർത്തവരവർ. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ ഒരിക്കലും ഒരു മാന്യത വിട്ടൊരു പദപ്രയോഗവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ മതവിഭാഗങ്ങളെ ആരെയും നിന്ദിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ ആരുടെ ഭാഗത്ത് ഞങ്ങളെപ്പോഴും എടുത്തിട്ടുള്ളൊരു ഹൃദയം തുറന്ന സമീപനം. കാരണം ഞങ്ങൾ വിശ്വാസികളാണ്. ഞങ്ങളൊരിക്കലും പള്ളി തീർക്കണമെന്നോ അല്ലെങ്കിൽ ദേവാലയങ്ങൾ ഞങ്ങൾക്കത് ചിന്തയില്ല. കാരണം ഞങ്ങൾ വിശ്വാസികളല്ലേ. ഇവരാണ് ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇത് തകർക്കാൻ വേണ്ടി നടക്കുന്നത്. അവരുടെ ഇടയിൽ ആശങ്കയുണ്ടാവും. ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ല, ഇത് കഴിയാറായെന്നുള്ള മനസ്സിലായതിൻ്റെ ഒരു ആശങ്കയാണ്. അവസാനമായൊരു ചോദ്യം സാറേ, പ്രത്യേകിച്ച് ഈ അങ്ങയുടെ മലയാറ്റൂർ മലകയറ്റവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ട്രോളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പക്ഷേ ഇന്നലെ അങ്ങേക്ക് മലയാറ്റൂർ മല ആ ഒരു കയറ്റം പൂർത്തീകരിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഒരു രാധാകൃഷ്ണ പാറ എന്നൊക്കെ പറഞ്ഞൊരു ട്രോളൊക്കെ വരുന്നുണ്ട്. അത്തരം ട്രോളുകളെയും അത്തരം ഒരു കളിയാക്കലുകളെയും ഒക്കെ എങ്ങനെ കാണും? അതൊക്കെ നല്ല സംഭവമല്ലേ. ട്രോളുകളൊക്കെ എപ്പോഴും വളരെ സന്തോഷകരമാണ്. ഞാൻ ഇത് ആസ്വദിക്കുന്ന ഒരാളാണ്, ആസ്വദിക്കുന്നൊരു രാഷ്ട്രീയ പ്രവർത്തനം. പിന്നെ അന്ന് ഞാൻ ആദ്യം വരുമ്പോൾ എനിക്ക് 100 ഡിഗ്രി കൂടുതൽ പനിയുണ്ട്, 101 ഡിഗ്രി എന്താ പനിയുണ്ട്. അപ്പോൾ ഞാൻ കേരളം എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ ട്രോളുകളും കാര്യം. അപ്പോൾ ട്രോളുകളെ സംബന്ധിച്ചത് വലിയ ഗുണമുണ്ടായി. സ്വന്തം പേരിലൊരു പാറ ഈ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ്. അവരോടൊക്കെ ഞാൻ വലിയ കടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ട്രോളുകൾ ഉണ്ടാവണം. നല്ല പ്രചരണം വരട്ടെ.